Good evening. We will discuss supply under GST. So in any taxation law, there shall be a taxable event, which means on occurrence of such particular event will attract levy of tax. So, either taxation law eduthalum namukku endu undaganam oru taxable event undaganam. Oru taxable event. Okay. So, ee taxable event vechittana nammal endu cheyyunnathu taxation attract cheyyunnathu tax levy cheyyunnathu. So, taxable event determines the point at which taxable event determines the point at which liability to pay tax arise. Liability to pay tax. Okay. So that means for in any taxation law, there should be a taxable event. So adanathana tax levy cheyyunnathu taxable event aanu nammal endu determine cheyyunna point at which the liability to pay tax arise. So ഏത് പോയിന്റിലാണ് ടാക്സേഷൻ ടാക്സബിൾ ലയബിലിറ്റി എറൈസ് ചെയ്യുന്നത് എന്ന് എന്തിന്റെ ബേസിസിലാണ് എടുക്കുന്നത്? ഈ ടാക്സബിൾ ഇവന്റിന്റെ ബേസിലാണ് കേട്ടോ. ഫോർ എനി ടാക്സേഷൻ ലോ. സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഫോർ GST കേട്ടോ. സോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ടാക്സബിൾ ഇവന്റ് എന്താണ്? ടാക്സബിൾ ഇവന്റ് വിൽ ബി സപ്ലൈ. So supply ഉണ്ടെങ്കിലേ ഉള്ളൂ. സപ്ലൈ ഉണ്ടെങ്കിൽ സപ്ലൈയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ സപ്ലൈ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് വരുന്നത്? GST-യിൽ എന്ത് വരുന്നത്? ഒരു ടാക്സബിൾ ഇവന്റ്. സോ ദാറ്റ് മീൻസ് എന്താണ്? ഒരു പോയിന്റ് അറ്റ് വിച്ച് ലയബിലിറ്റി ടു പേ ടാക്സ് എറൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ടാക്സബിൾ ഇവന്റിലാണ്. സോ ടാക്സബിൾ ഇവന്റ് എന്താണ്? സോ GST goods and service tax taxable event endu varum? Supply. Okay. So it can be namukkariyam goods and service tax ആണ്. Goods and service tax. So that means namukku endagam onnigil supply of goods agam allengil supply of services agam allengil supply of both. So that means ഈ സപ്ലൈ നടന്നാൽ സപ്ലൈ എന്ന് പറയുന്ന ഇവന്റ്. സോ ദാറ്റ് മീൻസ് എന്താണ് സപ്ലൈ? നമ്മൾ ഈ ചാപ്റ്ററിലാണ് നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നത്. ടാക്സബിൾ അണ്ടർ GST ടാക്സബിൾ ഇവന്റ് ഈസ് സപ്ലൈ. സോ സംടൈംസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആകാം, സപ്ലൈ ഓഫ് സർവീസ് ആകാം. എന്താണെങ്കിലും നമുക്ക് GST അറ്റ് ദ പോയിന്റ് അറ്റ് വിച്ച് ലയബിലിറ്റി ടു പേ GST എറൈസ് എന്നാണ് എന്തിലാണ് വരുന്നത്? സപ്ലൈ എന്ന് പറയുന്ന ടാക്സബിൾ ഇവന്റിലാണ് എന്ത് സംഭവിക്കുന്നത്? GST ലയബിലിറ്റി എറൈസ് ചെയ്യുന്ന പോയിന്റ് അറ്റ് വിച്ച് GST ലയബിലിറ്റി എറൈസ്. ഓക്കെ ആണോ? എല്ലാ പോയിന്റ്. സോ അണ്ടർ GST ടാക്സബിൾ ഇവന്റ് എന്താണ്? സപ്ലൈ ആണ്. നമ്മളെ സപ്ലൈ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ മേജർ ആയിട്ട് രണ്ട് സെക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 7. സോ രണ്ട് സെക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 7 നോക്കാം. സപ്ലൈ ഇൻക്ലൂഡ്സ് under section 7 subsection 1 clause A. 7 subsection 1 clause A. 7 subsection 1 clause A. Then 7 subsection 1 AA. 7 subsection 1 clause B. Then 7 subsection 1 clause C. 7 subsection 1 clause C plus schedule 1. Then supply excludes. Okay. So this is we discuss in our sections. Section 7 subsection 2 plus
Schedule 3. Supply excludes. Then treated as supply of goods or service. Okay, so നമ്മൾ പറഞ്ഞു സപ്ലൈ ആണ് ടാക്സബിൾ ഈവന്റ്. ബട്ട് നമുക്ക് എന്താണ് അതൊരു സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം. സോ അതിനെ നമ്മൾ എടുക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1A പ്ലസ് ഷെഡ്യൂൾ 2. സോ സെക്ഷൻ 7 ആണ് നമ്മൾ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സെക്ഷൻ 8 ആണ്. ഈ ചാപ്റ്റർ നമ്മൾ രണ്ട് സെക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സപ്ലൈ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ദാറ്റ് മീൻസ് എന്താണ് ടാക്സബിൾ ഈവന്റ് അണ്ടർ GST ഈസ്, ദാറ്റ് മീൻസ് എന്താണ് പോയിന്റ് ഓഫ് ടാക്സേഷൻ, ലയബിലിറ്റി ടു പേ ടാക്സ് എറൈസ് വരുന്നത് എപ്പോഴാണ് GST വരുന്നത്, ഈ പറയുന്ന സപ്ലൈ ആണ്. സോ ഇറ്റ് ക്യാൻ ബി എ സപ്ലൈ ഓഫ് ഗുഡ്സ്, സപ്ലൈ ഓഫ് സർവീസ് ആകാം. ദെൻ നമുക്ക് സെക്ഷൻ വൈസ് ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ 7ഉം സെക്ഷൻ 8ഉം ആണ്. ഫസ്റ്റ് സെക്ഷൻ 7. ഓക്കെ, സോ ഇൻ സപ്ലൈ ഇൻക്ലൂഡ്സ് നമ്മൾ അതിനകത്ത് ഇത്രയും സെക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 7 സബ്സെക്ഷൻ 1 clause A, clause AA, clause B, clause C. Then 7 subsection 2 clause schedule 3 supply excludes. Then supply ആണ്, അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടാണോ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ഷെഡ്യൂൾ 2. ദെൻ സെക്ഷൻ 8 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പോസിറ്റ് സപ്ലൈയും മിക്സഡ് സപ്ലൈയും ആണ്. സോ അതിന്റെ GST യിലുള്ള ടാക്സ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്തോ ഏതൊരു ടാക്സ് ലോയിലും വരുന്നത് പോലെ തന്നെ there should be a taxable event under GST. The taxable event is under GST. Taxable event എന്താണ്, സപ്ലൈ ആണ്. സോ ഇനി സപ്ലൈ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ നമ്മുടെ ചാപ്റ്ററിലെ ഒരു ചാപ്റ്ററിലെ ഏരിയ ഓഫ് ഡിസ്കഷൻ ആണ് നമ്മൾ പറഞ്ഞത്. സെക്ഷൻ വൈസ് നമ്മൾ ഓരോ സെക്ഷൻ വൈസിനെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് A. 7 subsection 1 clause A. ശ്രദ്ധിക്കാം. 7 subsection 1 clause A. Supply includes, section 7 subsection 1 clause A. So very important. Supply includes all forms of supply of goods or services or both, such as sales, transfer, barter, exchange, license, rental, lease, disposal, made or agreed to be made for a consideration by a person in the course or furtherance of business. So all supply includes all forms of supply of goods or services. All forms of supply of goods or services or both, such as sale, transfer, barter, exchange, license, rental, lease, disposal. So supply എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ തരത്തിലുള്ള, ദാറ്റ് മീൻസ് സെയിൽ ആകാം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ ആകാം, അല്ലെങ്കിൽ ബാർട്ടർ, നമ്മളൊരു കമോഡിറ്റി കൊടുത്ത് തിരിച്ച് വേറൊരു കമോഡിറ്റി കിട്ടുന്ന, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ആകാം, ലൈസൻസ് ആകാം, റെന്റൽ ആകാം, ലീസ് ആകാം, ഡിസ്പോസൽ ആകാം. ഓക്കെ, സോ 7 സബ്സെക്ഷൻ 1A, 7 സബ്സെക്ഷൻ 1A എന്താണ് പറയുന്നത്, സപ്ലൈ ഇൻക്ലൂഡ്സ് all forms of supply of goods or services, or both. All forms of supply of goods or services or both. എല്ലാ ഫോംസ് എന്തൊക്കെയാണ് വരുന്നത്, സെയിൽ ആകാം, ട്രാൻസ്ഫർ ആകാം, എക്സ്ചേഞ്ച് ആകാം, ബാർട്ടർ ആകാം, then exchange license agam, rental agam, lease agam, disposal, made or agreed to be made. Okay, made or agreed to be made. Sadhya, made or agreed to be made.
എന്തിനാണ്? ഫോർ എ കൺസിഡറേഷൻ. സോ എന്തുണ്ടാവണം? സപ്ലൈ ഉണ്ട്. ഏത് തരത്തിലുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് അല്ലെങ്കിൽ ബോത്ത് ആകാം. സോ അത് മെയ്ഡ് ഓർ എഗ്രി ടു ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ ബൈ എ പേഴ്സൺ. In the course or furtherance of business. 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 By a person in the course or furtherance of business. No. So section 7 subsection 1 clause A. Section 7 subsection 1 clause A ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So എന്താണ് പറയുന്നത്? Supply includes supply of goods or services or both such as sale, transfer, barter, exchange, license, lender, leases ഉണ്ടോ? എല്ലാ തരത്തിലുള്ള ഐറ്റംസും അതിനകത്ത് വരുന്നുണ്ട്. സെയിൽ എന്ന രീതിയിൽ വരുന്ന എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. Then made or agreed to be made for a consideration. No. So ഒന്നുകിൽ എന്തായിരിക്കണം? ഗുഡ്സ് ആയിരിക്കണം അല്ലെങ്കിൽ സർവീസസ് ആയിരിക്കണം or both. Made or agreed to be made for a consideration. No. So നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവിടെയാണ് നമുക്കൊരു വേർഡ് വന്നിരിക്കുന്നു ഗുഡ്സ് or സർവീസസ് അല്ലെങ്കിൽ രണ്ടും. എന്താണ് ഗുഡ്സ്? സോ GST പറയാൻ നമ്മൾ ബേസിക്കലി എല്ലാം പറയുന്നതാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. GST പ്രകാരം ആക്ട് പ്രകാരം എന്താണ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് സർവീസ് എന്ന് പറഞ്ഞാൽ. സോ ഇവിടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയ്ഡ് ഫോർ കൺസിഡറേഷൻ then by a person. സോ എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസ്, എന്താണ് GSTയിലെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ആരൊക്കെയാണ് GST ഈ പറയുന്ന ഡെഫിനിഷൻ പ്രകാരം അല്ലെങ്കിൽ GST പ്രകാരം പേഴ്സൺ. So that means എന്താണ്? All forms of GST includes all forms of supply of goods or service. No. So നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസസ്, എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസസ്, then കൺസിഡറേഷൻ എന്താണെന്നുള്ളതാണ് പിന്നെ ഡിസ്കസ് ചെയ്യുന്നത്, then പേഴ്സൺ. Clear ആണോ? 7 subsection 1 clause A. Supply includes all forms of supply of goods or service. എല്ലാ ഫോംസും വരും. സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെന്റൽ, ലീസ്, ഡിസ്പോസൽ എന്തും ആകാം. ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ എ കൺസിഡറേഷൻ ബൈ എ പേഴ്സൺ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. സോ ബിസിനസിന്റെ എന്താണ് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ് ആയിരിക്കണം എന്ത് നടന്നിരിക്കുന്നത്? ഈ ഗുഡ്സിന്റെ ഒരു സെയില് അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത്. സോ തിരിച്ച് എന്ത് കിട്ടിയിട്ടുണ്ടാവണം? ഒരു കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടാവണം. സോ ഇതാണ് ഫസ്റ്റ് വൺ പറയുന്നത്. ക്ലിയർ ആണോ? നമുക്ക് ഒന്ന് നോക്കാം. ഗുഡ്സ്. സോ സെക്ഷൻ 2 സബ്സെക്ഷൻ 52 ഓഫ് CGST ആക്ട് ആണ് ഗുഡ്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിക്കാം. ഗുഡ്സ് മീൻസ് അണ്ടർ സെക്ഷൻ 2 നമ്മൾ ഇവിടെ പറഞ്ഞു സപ്ലൈ ഓഫ് all forms of supply of goods or services or both. Okay. Under section 2 subsection 52, goods means എന്താണ് goods എന്ന് പറഞ്ഞാൽ every kind of movable property other than money and security. Every kind of movable property. So every kind of movable property other than money and securities, but includes actionable claims, growing crops, grass and things attached to or forming part of the land which are agreed to be severed before supply under a contract to supply. Okay, so noka goods means. So നമ്മുടെ സെക്ഷൻ പ്രകാരം ഗുഡ്സ് മീൻസ് എന്താണ്?
every kind of movable property. So goods includes. So that means every kind of movable property. Every kind of movable property. Every kind of movable property. But excludes no, other than money and securities. No, so that means excludes. നമുക്ക് എന്തൊക്കെ പറയാം? No, movable property തന്നെ എന്തൊക്കെയാണ്? Excludes money and securities. Then no, നമുക്ക് ഗുഡ്സിനകത്ത് എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? Every kind of movable property. That means exclude എന്ത് വരും? ഇത് കൂടാതെ എക്സ്ക്ലൂഷൻ എന്തുകൂടെ വരണം? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമുക്ക് എന്ത് പറയാം? ലാൻഡ് ഉണ്ട്. സോ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ലാൻഡ്, ലാൻഡ്, benefit out of land, then things attached to earth. Things attached to earth. Okay. So ഇതെല്ലാം നമുക്ക് എന്താണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. So that means എന്താണ്? Every kind of movable property. അതിൽ നിന്ന് തന്നെ എന്തിനെ ഒഴിവാക്കിയിട്ടുണ്ട്? മണി ആൻഡ് സെക്യൂരിറ്റീസ് ഒഴിവാക്കിയിട്ടുണ്ട്. സോ money and security ഇല്ലാത്ത ബാക്കി എല്ലാ movable property. That means ഗുഡ്സിന്റെ ഡെഫിനിഷൻ എന്ത് വരൂല? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി such as land, then things attached to earth. So അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും തന്നെ എന്തിനകത്ത് വരത്തില്ല? ഗുഡ്സിന്റെ ഡെഫിനിഷൻ വരത്തില്ല. ബിക്കോസ് അത് എവിടെ പോകും? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ അണ്ടറിലേക്ക് പോകും. സോ ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി other than money and securities. മൂവബിൾ ആണ്. സോ മണി നമ്മള് ഇന്ത്യൻ കറൻസി ഒരിക്കലും എന്തായിട്ട് കൂട്ടില്ല? ഒരിക്കലും എന്താണ്? ഒരു ഗുഡ്സ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. ദെൻ സെക്യൂരിറ്റീസ്. സോ അത് നമ്മള് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് വരുന്നതാണ്. സോ അതിന്റെ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ എന്താ അട്രാക്ട് ചെയ്യും? ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യും. ഡയറക്ട് ടാക്സും ഒരേപോലെ നമുക്കൊരു കേസിൽ അട്രാക്ട് ചെയ്യില്ല. ഡബിൾ ടാക്സേഷൻ വരില്ല. രണ്ട് ഇത് വരില്ല. ക്ലിയർ ആണോ? ഫസ്റ്റ് ലൈൻ point. Every kind of movable property other than money and securities, but includes actionable claims. No. Includes nathe endana? Every kind of movable property plus endakke varunundu? Actionable claims. Then growing crops, grass and things attached to or forming part of the land. No. So നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് things attached to earth എന്തിന്റെ ഡെഫിനിഷനിൽ വരും? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡെഫിനിഷൻ വരും. Then growing crops, grass and things attached to or forming part of the land which are agreed to be severed before supply or under a contract to supply. That means എന്താണ്? ഈ പറയുന്ന ഗ്രൗണ്ട് അല്ലെങ്കിൽ ലാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന കമോഡിറ്റീസ് എന്താണ്? നമ്മുടെ കോൺട്രാക്ട് ഓഫ് സപ്ലൈയില് അല്ലെങ്കിൽ എന്താണ് സപ്ലൈ കോൺട്രാക്റ്റിൽ എഗ്രിമെന്റിൽ വരുന്നതിനുള്ളിൽ എന്തായിരിക്കും? അത് കട്ട് ചെയ്ത് agreed to be severed before supply or under a contract to supply. സപ്ലൈയുടെ കോൺട്രാക്ട് അണ്ടറിൽ എന്തായിരിക്കും? ഇത് കട്ട് ചെയ്ത് agreed to be severed from the ground. So ആ കേസിലും എന്താണ്? Then it is a movable property. Therefore it will be included under the definition of goods under section 2 subsection 52. No, every kind of movable property including actionable claims and growing crops, grass and things attached to earth agreed to be severed before supply or under a contract to supply. Okay. So that means the actionable claims, then growing crops,
growing crops, comma, grass and things attached to or forming part of land, which are agreed to be severed, before supply or under a contract of supply. So 2 subsection 52 of CGST Act. Goods means every kind of movable property other than money and securities. So money and security which all movable items goods, but includes actionable claims and growing crops and grass and things attached to earth to forming part of land, which are agreed to be severed before supply or under a contract of supply. Clear or no? No. So every kind of movable property excluding money and securities. Every kind of movable property excluding money and securities. Then actionable claims, no, definition wise inclusion list and every kind of movable property excluding money and security. But actionable claims included growing crops, grass, things attached to earth, forming part of land, which are agreed to be severed before supply or under a contract of supply. That means cut in a contract on the. So that means at the time of supply, removable. That means attachment, ground level attachment severed before supply or under a contract of supply. A case it is a movable item, movable property, and which will comes under the definition of 2 subsection 2 movable property. That means goods. Service like actionable claims. Actionable claims. Actionable claims. Actionable claims. Okay. 2 subsection 1 actionable claims define means a claim to any debt. Other than debt secured by mortgage of immovable property or hypothecation or pledge of movable property, or to any beneficial interest in movable property not in the possession, either actual or constructive, of the claimant, which the civil court recognizes as affordable grounds of relief, whether such debt or beneficial interest be existent, accruing, conditional or contingent. Okay. So that means no, other than a debt secured by mortgage of immovable property or hypothecation or pledge of movable property. Means a claim to any debt other than debt secured by mortgage of immovable property or claim or hypothecation or pledge of movable property, and any claim to any debt other than or to any beneficial interest in movable property not in possession, either actual or constructive, of the claimant, which the civil court recognizes as affordable grounds for relief, whether such debt or beneficial interest be existent, accruing, conditional or contingent. Okay. So that means no, in the category so this means a claim or any debt. No, a claim or debt immovable property
So secured by mortgage of immovable property, hypothetication അല്ലെങ്കിൽ pledge അല്ല, any beneficial interest in movable property not in possession, either actual or constructive or of the claimant. So അങ്ങനെയാണെങ്കിൽ actionable claim. Actionable claim. So ഇതിന് രണ്ട് എക്സാമ്പിൾ പറയാം. നമ്മള് ലോട്ടറി, betting, gambling. Lottery, then betting, അല്ലെങ്കിൽ gambling. So right to claim the price or amount. ഇവിടെ എന്തുണ്ട്? Right ഉണ്ട്. So that means there is a claim. No, means a claim or any debt. No, lottery or betting or gambling. ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഒന്നും തന്നെ പറ്റില്ല. That means there is a right to claim the price or amount. Right to claim the price. So betting ഞാൻ ചോദിച്ചു, there is a right to claim the amount, price or the amount. So lottery winning. So ആ particular lottery എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ആ നമ്പർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ലോട്ടറി വിന്നിങ് ആ പ്രൈസ് എനിക്ക് ക്ലെയിം ചെയ്യാം. റൈറ്റ് ടു ക്ലെയിം ദ പ്രൈസ് ഓർ ദ എമൗണ്ട്. ഈ പറഞ്ഞ കാറ്റഗറിയിലല്ല. ദാറ്റ് മീൻസ് എനി ക്ലെയിം ഓർ എനി ഡെപ്റ്റ്. വേറെ ഒരു എക്സാമ്പിൾ പറയാം. ക്ലെയിം ഫോർ arrears of rent. Claim for arrears of rent. Then എന്താണ്? Right to receive rent. ഇവിടെയും എന്താണ്? എനിക്കൊരു ക്ലെയിം ഉണ്ട്. സോ എന്താണ്? arrears of rent ആണ്. ഒന്നുകൂടെ claim to, claim for money due under insurance policy. Under ഇൻഷുറൻസ് പോളിസി. സോ നമ്മൾ വർഷങ്ങളായിട്ട് എന്താണ് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു മെച്യൂരിറ്റിയിൽ നമുക്ക് എന്താണ് അതിനകത്ത് ഇൻഷുറൻസ് പോളിസിയുടെ മണി ഡ്യൂ ആയി കഴിഞ്ഞാൽ ക്ലെയിം ഫോർ മണി ഡ്യൂ അണ്ടർ ഇൻഷുറൻസ് പോളിസി. നമ്മുടെ എത്രയാണോ പോളിസി ഇൻഷുർ ചെയ്തത് ആ എമൗണ്ട് നമുക്ക് എന്താവും ക്ലെയിം ചെയ്യാനുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ there is a right. So right to receive policy amount. Clear ആണോ? So ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? actionable claim. So there is a claim or when എന്താണ് any debt other than immovable property സെക്യൂർഡ് ആയിട്ടുള്ള ഹൈപ്പോത്തറ്റിക്കേഷൻ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഇത് പറഞ്ഞ ഒരു ഐറ്റവും അല്ല. ഓർ ടു എനി ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ മൂവബിൾ പ്രോപ്പർട്ടി നോട്ട് ഇൻ പൊസഷൻ. സോ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്താ പറയാം? ദർ ഇസ് എ റൈറ്റ് ടു റിസീവ്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഒരു ക്ലെയിം ഉണ്ട്. എന്താണ്? റൈറ്റ് ടു റിസീവ് സച്ച് എമൗണ്ട്. സോ ഇതെല്ലാം ഈ ആ റൈറ്റിനെ നമുക്ക് എന്ത് പറയാം? ആക്ഷനബിൾ ക്ലെയിം. നെക്സ്റ്റ് വൺ, മണി. Okay. So goods includes all kind of movable property other than money and securities. Okay. Other than money and securities. So നമ്മള് എന്താണ്? But includes actionable claims. That means actionable claim എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. So any claim or debt, there is a right to receive. So ആ ഒരു റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ക്ലെയിമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? actionable claim. That means going to receive something. ആ ഒരു ക്ലെയിം എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ആക്ഷനബിൾ ക്ലെയിംസ്. അത് എന്തിന്റെ ഡെഫിനിഷനിലാണ് വരുന്നത്? ആക്ഷനബിൾ ക്ലെയിംസ് എന്തിനകത്ത് വരുന്നുണ്ട്? ഗുഡ്സിന്റെ ഡെഫിനിഷനില്. ബട്ട് ഇൻക്ലൂഡ്സ് ആക്ഷനബിൾ ക്ലെയിംസ്. ദെൻ ബട്ട് എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ വരുന്നതാണ് എന്തുകൊണ്ട്? മണി. ഓക്കെ. മീൻസ് Indian legal tender or any foreign currency, check, promissory note, bill of exchange, letter of credit, draft, pay order, traveler check, money order, postal or electronic remittance or any other instrument recognized by a Reserve Bank. Any other instrument recognized by Reserve Bank of India when used as a consideration to settle an obligation or exchange with Indian legal tender
to another denomination. So ഇതെല്ലാം എന്തിന്റെ അണ്ടറിൽ വരും? മണി. But shall not include any currency that held for numismatic value. എന്താണ് അതിന്റെ മീനിങ്? So money. എന്തൊക്കെ വരാം? Indian legal tender. So Indian money. Then foreign currency. Foreign currency. Then check, etc. or any instrument. Any instrument recognized by RBI. So RBI recognize ചെയ്ത any instrument അല്ലെങ്കിൽ ഇന്ത്യൻ ലീഗൽ ടെൻഡർ അല്ലെങ്കിൽ ഇന്ത്യൻ മണി എല്ലാം ഫോറിൻ കറൻസിയും ചെക്ക് ഡ്രാഫ്റ്റ് പേ ഓർഡർ അങ്ങനെയുള്ള എല്ലാം തന്നെ എന്തിനുള്ള ഒരു മണി വരും. But shall not include, that means exclude. Money exclude. എന്താണ് പറയുന്നത്? Currency that held for its numismatic value. Currency. So that means Indian currency, old currency അല്ലെങ്കിൽ old coins എന്തിനു വേണ്ടിയാണ്? numismatic value. That means എന്താണ്? Right now അത് ഇന്ത്യൻ ടെൻഡറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് പക്ഷേ എന്തായിട്ടാണ്? സോ അങ്ങനെ ഒരു വാല്യൂ വെച്ചിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം? സംടൈംസ് അത് ട്രാൻസ്ഫർ ചെയ്ത് ഒരു കൺസിഡറേഷൻ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഒരിക്കലും എന്തായിട്ട് കൂട്ടില്ല. ഇപ്പോൾ നമ്മൾ ഒരു 100 രൂപ കൊടുത്തിട്ട് ചേഞ്ച് വാങ്ങിക്കുന്ന ഒരു എഫക്റ്റ് അല്ല അവിടെ വരുന്നത്. സോ അതെന്താണ്? റൈറ്റ് നൗ അതൊരു ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലീഗൽ ടെൻഡർ അല്ല, ബട്ട് ഓൾഡ് കോയിൻസ് അല്ലെങ്കിൽ ഓൾഡ് കറൻസി. സോ അത് പർച്ചേസ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു ഉപയോഗിക്കാം. സോ അതിന് ഞാനൊരു കൺസിഡറേഷൻ കൊടുത്താൽ സോ അതെന്താണ്? മണിയുടെ ഡെഫിനിഷനിലല്ല. ദാറ്റ് മീൻസ് അതെന്താണ്? ഇന്ത്യൻ ലീഗൽ ടെൻഡറിൽ വരില്ല. So that means currency which that means old coins അല്ലെങ്കിൽ പണ്ട് കാലത്തെ നാണയങ്ങളോ അതെല്ലാം തന്നെ എന്താണ്? numismatic വാല്യൂവിന് ഹെൽഡ് ചെയ്താൽ സോ ഇതെന്തായിട്ട് കൂട്ടും? അത് ഉണ്ടോ? എക്സ്ക്ലൂഡ്. മണി എക്സ്ക്ലൂഡ് ആണ്. എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ നിന്ന് മണി എക്സ്ക്ലൂഡഡ്. മണി എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണ്. സോ ദാറ്റ് മീൻസ് എന്താണ്? ഗുഡ്സിന്റെ ഡെഫിനിഷനിലേക്ക് വരാം. സോ മണി, ഇന്ത്യൻ ലീഗൽ ടെൻഡർ അല്ലെങ്കിൽ എനി ഇൻസ്ട്രുമെന്റ്, ഫോറിൻ കറൻസി, എനി ഇൻസ്ട്രുമെന്റ് recognized by RBI. സോ അതിൽ നിന്ന് എക്സ്ക്ലൂഷൻ എന്താണ്? കറൻസി that is held for its numismatic value. So that means old coins ഒക്കെ held ചെയ്യാൻ. That means ഇവിടെ എക്സാമ്പിൾ നമുക്ക് എന്താ പറയാം? ഓൾഡ് കോയിൻസ് ഒക്കെ ഹെൽഡ് ചെയ്തിട്ട് അത് ഒരു കൺസിഡറേഷനിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ്? അത് മണി എന്ന് പറഞ്ഞാൽ സപ്ലൈ ആവൂല അല്ലെങ്കിൽ സപ്ലൈ ഗുഡ്സിന്റെ ഡെഫിനിഷനിൽ വരില്ല. അതുകൊണ്ട് സപ്ലൈ ആവൂല എന്ന് പറയാൻ പറ്റില്ല. സോ എന്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതാണ്? മണി എന്ന് പറയുന്ന ഡെഫിനിഷനിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മൂവബിൾ ഐറ്റം, മൂവബിൾ പ്രോപ്പർട്ടി. സോ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഗുഡ്സ്. സെക്യൂരിറ്റീസ്. So goods exclusion ലിസ്റ്റിൽ വരുന്നതാണ് മണി ആൻഡ് സെക്യൂരിറ്റീസ്. സോ സെക്യൂരിറ്റീസ് മീൻസ് എന്തൊക്കെ വരാം? ഷെയർസ്, ബോൺസ്, ഡിബഞ്ചേഴ്സ്, then stock, etc. Then government securities ആകാം. ഗവൺമെന്റ് സെക്യൂരിറ്റി ആകാം. റൈറ്റ് ഓർ ഇൻട്രസ്റ്റ്. റൈറ്റ് ഓർ ഇൻട്രസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ് ആണ്. റൈറ്റ് ഓർ ഇൻട്രസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ്. സോ ഇതെല്ലാം ആകാം എന്ത്? സെക്യൂരിറ്റിയുടെ ഡെഫിനിഷനിൽ വരുന്നത്. സോ ഇതെല്ലാം എന്താണ്? ഷെയർസ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ, ഇതെല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡെഫിനിഷനിൽ വരുമ്പോൾ തന്നെ ഇതെല്ലാം എന്താണ്? ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ വരുന്നതാണ്.
സോ അതിനകത്തൊരു ട്രാൻസ്ഫർ ചെയ്ത് കൺസിഡറേഷൻ ഉണ്ടായാൽ നമുക്ക് എന്താണ് ഇൻഡയറക്ട് ടാക്സ് അല്ല അട്രാക്ട് ചെയ്യുന്ന ഡയറക്ട് ടാക്സ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് എന്താണ് ഗുഡ്സിന്റെ ഡെഫിനിഷനിൽ നിന്ന് എന്തിനെ ഒഴിവാക്കിയിട്ടുണ്ട്? സെക്യൂരിറ്റീസ്, ദാറ്റ് മീൻസ് ഷെയർസ്, ബോണ്ട്, ഡിബഞ്ചേഴ്സ്, സ്റ്റോക്ക് എക്സെട്രാ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഇതെല്ലാം എന്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്? ഗുഡ്സിന്റെ ഡെഫിനിഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? 2 subsection 52 goods means any kind of movable property. ഇനി നോക്കുക, any kind of, ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. any kind of movable property other than money or securities. നമ്മൾ മണി എന്താണെന്ന് അറിയാം, സെക്യൂരിറ്റി എന്താണെന്ന് അറിയാം. then but includes actionable claims. so that means എന്താണ്, എനിക്കൊരു ഫണ്ട്, ഒരു ഡെപ്റ്റിലുള്ള ഒരു ക്ലെയിം, അതിനെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ഒരു ക്ലെയിമിനെ നമുക്ക് അതെന്തിന്റെ ഡെഫിനിഷനിൽ വരും? ഗുഡ്സിന്റെ ഡെഫിനിഷനിൽ വരും. സോ then growing crops, grass, things attached to earth, other than actually forming part of land ആണ്, but it is agreed to be severed before supply or under a contract of supply. then in that case എന്താണ്? so the severed ആണെങ്കിൽ attached to earth അല്ല, therefore അത് എന്തിന്റെ ഡെഫിനിഷനിൽ വരും? ഗുഡ്സിന്റെ ഡെഫിനിഷനിൽ വരും. so 2 subsection 52 goods. supply of, no, supply of goods or service. Service in definition. Service means anything other than goods, money and securities, but includes activities relating to use of money or conversion of money by cash or by any other mode. Conversion of money from one form to currency to another form of currency or domination for which a separate consideration is charged. Services includes facilitating or arranging transaction in securities. Noka under section 2 subsection 102 endana parayunnathu? definition of service. Service means endana? means anything other than goods. anything other than goods. No. so goods in definition എന്താ വരുന്നുള്ളൂ? all movable property. so anything other than goods എന്ന് പറഞ്ഞാൽ എന്താണ്? goods in definition വരാത്ത മണിയും സെക്യൂരിറ്റിയും വരെ ഒന്നാവും. anything other than goods, money, securities. ഇതൊന്നും തന്നെ എന്തിന്റെ ഡെഫിനിഷനിൽ വരത്തില്ല? ഗുഡ്സ് ഒന്നും തന്നെ സർവീസിന്റെ ഡെഫിനിഷനിൽ വരത്തില്ല. then എന്ത് വരില്ല? ഗുഡ്സ് അല്ലാത്തത് കൊണ്ട് സർവീസ് ഉണ്ടോ? എനിത്തിങ് അതർ ദാൻ ഗുഡ്സ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം മണിയോ സെക്യൂരിറ്റിയോ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിരിക്കുന്നു എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ്. but includes so yeah, activities relating to use of money. so yeah, activities relating to use of money. activity relating to use of money or activities relating to use of money. conversion, its conversion by cash or any other mode. conversion, then conversion of money from one currency or denomination to one currency from one currency or denomination to another form or currency
or denomination. ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. for which separate consideration is charged. Separate consideration is charged. So ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. Service, anything other than goods or money or security, but includes activity relating to use of money or its conversion by cash or any other mode. So activity to relating to use of money, activities relating to use of money എന്തിനകത്ത് വരും? Activities relating to use of money എന്തിനകത്ത് ഇൻക്ലൂഡഡ് ആണ്? സർവീസിനകത്ത് ഇൻക്ലൂഡ്. ഇവിടെ ശ്രദ്ധിക്കുക, കൺവേർഷൻ ഓഫ് മണി ഫ്രം വൺ കറൻസി ഓർ ഡിനോമിനേഷൻ ടു അനദർ ഫോം, അല്ലെങ്കിൽ അനദർ കറൻസി അല്ലെങ്കിൽ അനദർ ഡിനോമിനേഷൻ ഫോർ വിച്ച് എന്ത് മേടിച്ചിട്ടുണ്ടാകും? ഒരു സെപ്പറേറ്റ് കൺസിഡറേഷൻ ഈസ് ചാർജ്. സോ ദാറ്റ് മീൻസ് എന്താണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? സോ ഇപ്പൊ കണ്ടോ, ഒരു നമ്മൾ ഡോളർ കൊടുത്തിട്ട് സോ ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യാണ്. ബട്ട് ദേ ആർ ചാർജിങ്. സോ എത്രയാണോ അതിന്റെ ആക്ച്വൽ നമുക്ക് ഇന്ത്യൻ റുപ്പിയിലെ കൺവേർട്ട് ചെയ്യുന്നത്, ദേ ആർ അഡീഷണൽ ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൺസിഡറേഷൻ. ദാറ്റ് മീൻസ് എന്താണ്? ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് തരിക എന്ന് പറയുന്ന ഒരു സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് 100 രൂപ കൊടുത്തിട്ട് 10 നോട്ട് മേടിക്കുന്ന കേസ് അല്ല പറയുന്നത്. സോ ഒരു ഫോമിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു ഡിനോമിനേഷനിലോട്ട് മാറ്റുന്നു നമ്മൾ ഇന്ത്യൻ കറൻസിയെ, ബട്ട് അവർ അഡീഷണൽ കൺസിഡറേഷൻ അവർ ചാർജ് ചെയ്താൽ ദാറ്റ് മീൻസ് എന്താണ്? അതെന്താണ്? മണിയിലുള്ള ട്രാൻസാക്ഷൻ അല്ല, മറിച്ച് എന്താണ്? there is a service. എന്താണ്? ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക്, അല്ലെങ്കിൽ ഒരു കറൻസിയിൽ നിന്ന് വേറൊരു കറൻസിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷനിൽ നിന്ന് വേറൊരു ഡിനോമിനേഷനിലേക്ക് അവർ മാറ്റി കൊടുക്കുകയാണ്. സോ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെപ്പറേറ്റ് കൺസിഡറേഷൻ. സോ മണി എക്സ്ചേഞ്ച് ചെയ്യാറൊക്കെ ചെയ്യുന്നത് എന്താണ്? അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്താണ്? സോ അവരത് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് തരുമ്പോൾ നമുക്ക് അവിടെ എന്താണ്? നമുക്കൊരു ചാർജസ് ഈടാക്കുന്നുണ്ട്. അതിനെ നമുക്ക് എന്താണ്? സർവീസ് ആണ്. സോ അവിടെ എന്ത് അട്രാക്ട് ചെയ്യും? സപ്ലൈ അല്ലെ? സോ സർവീസ് ആണെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് നമുക്ക് കിട്ടി, GST അട്രാക്ട് ചെയ്യും. ക്ലിയർ ആണോ? സോ ദാറ്റ് മീൻസ് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്കോ അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷനിൽ നിന്ന് വേറൊരു ഡിനോമിനേഷനിലേക്കോ മാറ്റുന്നുണ്ട്. ബട്ട് ഒരു അഡീഷണൽ കൺസിഡറേഷൻ പേ ചെയ്തിട്ടാണ് ഇങ്ങനെ വേറൊരു ഡിനോമിനേഷനിലേക്ക് വൺ ഫോം ടു അനദർ മാറ്റുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സർവീസ്. ബിക്കോസ് ദേ ആർ പ്രൊവൈഡിങ് എ സർവീസ്. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ ചാർജിങ് സെപ്പറേറ്റ്ലി. ഒരു കൺസിഡറേഷൻ സെപ്പറേറ്റ് ആയിട്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സർവീസ്. അതെന്താണ്? അത് മണിയാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന. മണി എന്തല്ല? ഗുഡ്സും അല്ല, സർവീസും അല്ല എന്ന് പറയരുത്. ആക്ടിവിറ്റീസ് മണിയിലുള്ള ട്രാൻസാക്ഷൻ എന്തല്ല? സപ്ലൈ ഓഫ് ഗുഡ്സും അല്ല, സപ്ലൈ ഓഫ് സർവീസും ആകില്ല. ബട്ട് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു മണി, ദാറ്റ് മീൻസ് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്കോ ഒരു കറൻസിയിൽ നിന്ന് വേറൊരു കറൻസിയിലേക്കോ വേറൊരു ഡിനോമിനേഷനിലേക്കോ മാറ്റുന്നുണ്ട്. ഫോർ വിച്ച് ഒരു സെപ്പറേറ്റ് കൺസിഡറേഷൻ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പക്ക സർവീസ് ആണ്. എന്താണ്? അതൊരു ഫോം മാറ്റി കൊടുക്കുക എന്നുള്ള ഒരു സർവീസ് ആണ് അവർ ചെയ്യുന്നത്. ആ സർവീസിന് അവർ എന്തും മേടിക്കുന്നുണ്ട്? ഒരു കൺസിഡറേഷൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ആക്ടിവിറ്റീസ്. സോ ഈ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു മണി വിൽ ബി ട്രീറ്റഡ് ആസ് സർവീസ്. ക്ലിയർ ആണോ? Service include facilitating or arranging transactions in securities. So securities വിൽക്കുന്നതിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. securities facilitating or arranging transaction in securities. So securities transaction നടത്താനായിട്ട്, security transaction നടത്തിയാൽ എന്താണ്? So securities എന്തിന്റെ വരത്തില്ല? ഗുഡ്സിലും വരത്തില്ല, സപ്ലൈ ഓഫ് ഗുഡ്സും അല്ല, സർവീസും അല്ല. therefore നമുക്ക് എന്ത് വരില്ല? GST അട്രാക്ട് ചെയ്യില്ല. സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ആണെങ്കിൽ മാത്രമാണ് നമുക്ക് GST അട്രാക്ട് ചെയ്യുന്നത്. ഉണ്ടോ? ബട്ട് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ സെക്യൂരിറ്റി ട്രാൻസാക്ട് ചെയ്യാനായിട്ട് അവരൊരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ അറേഞ്ചിങ് കൊടുക്കുന്നുണ്ട്. അതിന് അഗേൻസ്റ്റ് ആയിട്ട് അവരൊരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്തായിട്ട് കൂട്ടും? ദേ ആർ പ്രൊവൈഡിങ് എ സർവീസ് ഫോർ ട്രാൻസാക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് സെയിൽ നടത്താൻ വേണ്ടിയിട്ട് അവരൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കണക്കെടുക്കും. അത് എന്തിന്റെ ഡെഫിനിഷനിൽ വരും? സർവീസ്. ജസ്റ്റ് ചാടിക്കേറി സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ മണി എന്ന് കണ്ടാൽ ഉടനെ ചാടിക്കേറി സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല,
സർവീസ് അല്ല എന്ന് എഴുതരുത്. സോ മണി ഇസ് നോട്ട് എ ഗുഡ്സിന്റെ ഡെഫിനേഷൻ പറ്റില്ല, സപ്ലൈ ഡെഫിനേഷൻ പറ്റില്ല. ബട്ട് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു മണി ഒരു ഫോമിൽ നിന്ന് വേറെലേക്ക് മാറ്റുക. സോ ഒരു അഡീഷണൽ കൺസിഡറേഷൻ കൂടെ ഉണ്ടെങ്കിൽ പക്കാ സർവീസ് ആണ്. അതേപോലെ തന്നെ സെക്യൂരിറ്റി വിൽക്കുക എന്ന് പറയുന്നത് എന്താണ്, ഗുഡ്സ് അല്ലെങ്കിൽ അതൊരു ഗുഡ്സിന്റെ ഡെഫിനേഷനോ സർവീസിന്റെ ഡെഫിനേഷനോ വരാത്തതുകൊണ്ട് GST അട്രാക്ട് ചെയ്യില്ല. ബട്ട് സെക്യൂരിറ്റീസ് അവർ വിൽക്കുന്നതിനായിട്ട് അവരൊരു അറേഞ്ചിങ് അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റിംഗ് അതിനായിട്ട് അഗെയിൻസ്റ്റ് ആയിട്ട് അവരൊരു ദേ ആർ പ്രൊവൈഡിങ് എ സർവീസ്. സെക്യൂരിറ്റി സെയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്റിംഗ് നടത്തുന്നുവെങ്കിൽ അവരൊരു കൺസിഡറേഷൻ ഈടാക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അതെന്താണ്, അവരൊന്നും സെയിൽ അവരുടെ കയ്യിൽ എന്താണ് മൂവബിൾ ആയിട്ടൊന്നുമില്ല. ബട്ട് ദേ ആർ പ്രൊവൈഡിങ് എ സർവീസ്. സോ അതെന്തായിട്ട് കൂട്ടും, സർവീസ് ആയിട്ട് കൂട്ടും, GST അട്രാക്ട് ചെയ്യും. നെക്സ്റ്റ് നിങ്ങൾ തന്നെ പറയാം. ഇത് 2 എക്സാമ്പിൾ ആണ്. ഇത് സപ്ലൈ GST അപ്ലൈ ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് ഗുഡ്സ് ആണോ സർവീസ് ആണെങ്കിൽ GST അപ്ലൈ ചെയ്യുമെന്നുള്ളതാണ് പറയേണ്ടത്. സെയിൽ ഓഫ് ഷെയർസ് വിറ്റു. ഇത് GST അട്രാക്ട് ചെയ്യാൻ മീൻസ് ഇത് സപ്ലൈ, ഇത് ഗുഡ്സിന്റെയോ ഈ പറയുന്ന ഷെയർസ് എന്ന് പറയുന്ന ഗുഡ്സിന്റെയോ അല്ലെങ്കിൽ സർവീസിന്റെയോ ഡെഫിനിഷനിൽ വന്നാൽ എന്തുണ്ടാവും, സപ്ലൈ ഉണ്ടോ. സെയിൽ എന്ന് പറയുന്നത് എന്തിനകത്ത് വിടുന്നതാണ്, ഓൾ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ എല്ലാം സെയിൽ എന്ന് പറയുന്നത് 7 സബ്സെക്ഷൻ 1 ക്ലോസ് എയില് എന്താണ് ആ പറഞ്ഞ ഓൾ കൈൻഡ് ഓഫ് സപ്ലൈ ഓഫ് ഇൻക്ലൂഡ് സെയില് ബാർട്ടർ വരുന്നതാണ്. സെയിൽ ഓഫ് ഷെയർസ്, ഇതിനകത്ത് ഷെയർസ് എന്ന് പറയുന്നത് ഗുഡ്സ് ആണോ, ഗുഡ്സിന്റെ ഡെഫിനേഷനിൽ വരുന്നതാണോ, 2 സബ്സെക്ഷൻ 52 വരുന്നതാണോ, 2 സബ്സെക്ഷൻ 102 വരുന്നതാണോ. ഷെയർസ് എന്ന് പറഞ്ഞാൽ neither goods nor service. So ഗുഡ്സോ സർവീസോ അല്ലെങ്കിൽ എന്ത് അട്രാക്ട് ചെയ്യില്ല, there will not attract GST, no GST. Then second one, sale of land. 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 Sale of land, no GST. Then cash deposit in a bank. Cash deposit in a bank. Cash deposit in a bank. So എൻ്റെ കയ്യിലുള്ള ക്യാഷ് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് ആ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറയുന്ന സെനാരിയോയിൽ ഉണ്ടാകുന്നുണ്ടോ? ഇൻട്രസ്റ്റിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക്. സോ ജസ്റ്റ് മണി ഇതാണ് വരുന്നത്. സോ എന്ത് വരത്തില്ല, നോ GST. So transaction just anything transaction in money വരത്തില്ല. Activity relating to use of money. Activity relating to use of money എങ്കിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ, സർവീസിന്റെ സ്കോപ്പിലേക്ക് വരത്തുള്ളൂ. സോ നമ്മള് 7 സബ്സെക്ഷൻ 1 ക്ലോസ് എ 7 സബ്സെക്ഷൻ 1 ക്ലോസ് എ എന്ന് ഡിസ്കസ് ചെയ്ത് സപ്ലൈ ഇൻക്ലൂഡ്സ് ഓൾ ഫോംസ് ഓഫ് സപ്ലൈ ഓഫ് എന്താണ് supply of goods or services both such as so and so. Then goods എന്താന്ന് പറഞ്ഞു, സർവീസ് എന്താന്ന് പറഞ്ഞു. Then നമുക്ക് എന്താണ് made agreed to be made for a consideration. ഇനി നമുക്ക് എന്തറിയണം, കൺസിഡറേഷൻ എന്താണെന്ന് അറിയണം. കൺസിഡറേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. കൺസിഡറേഷൻ in relation to supply of goods or service or both includes any payment made or to be made whether in money or otherwise in respect of
in response to or for the inducement of the supply of goods or service or both, whether by the recipient or by any other person, but shall not include any subsidy given by central government or state government. Okay. But shall not include any subsidy given by central government or state government. The monetary value of any act or forbearance in respect of or in response for the inducement of supply of goods or services or both, whether by the recipient or by any other person, but shall not include any subsidy given by central government or state government. However, a deposit in respect of supply of goods or service or both shall not be considered as payment made for supply unless the supplier applies such deposit as consideration for the said supply. Okay. So very important definition, supply. Section 2 subsection 31. Then consideration. 2 subsection 31, consideration. Okay. In relation to a supply. In relation to a supply. In relation to a supply of goods or services or both includes consideration. Okay, consideration. Now, supply of goods agam, supply of service agam. Supply consideration in relation to supply. No, only goods in a definition varum. Goods or services or both. Okay. Includes. And the scenario includes. Supply includes. So any payment made or to be made. Any payment made or to be made. Any payment made or to be made. Then the monetary value of any act. The monetary value of any act. Any act or forbearance. Monetary value of any act. No. So, in respect of or in response to or for the inducement of the supply of goods or services or both, whether by the recipient, whether by the recipient, or by any other person, or by any other person. ഇവിടെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. Excludes. Consideration excludes government subsidy by government. Okay. No, so എടുത്തു പറയുന്നുണ്ട് subsidy by government. However, a deposit in respect of supply of goods or service or both shall not be considered as payment made for supply unless. Normally,
നമ്മളൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാം. സപ്ലയർ ഇത് കൊടുത്തിരിക്കുന്നത് ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ബോത്ത്. സോ ഇത് റെസിപ്പിയന്റ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ പറയുന്നുണ്ടോ, ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എനി പേയ്മെന്റ്, ഡെഫിനിഷൻ ഒന്ന് കൺസിഡറേഷൻ മനസ്സിലാക്കണം. എനി പേയ്മെന്റ് മെയ്ഡ് ഓർ ടു ബി മെയ്ഡ് എന്താണ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻ റെസ്പോൺസ്. സോ എന്താണ് ഈ റെസിപ്പിയന്റ് എന്താണ് ഒരു സപ്ലൈ കിട്ടിയപ്പോൾ സപ്ലയർക്ക് തിരിച്ച് എന്ത് കൊടുത്തു? ശ്രദ്ധിക്കേണ്ടത് എനി പേയ്മെന്റ് ഓർ ടു മെയ്ഡ് ഓർ ടു ബി മെയ്ഡ്. സോ ദാറ്റ് മീൻസ് എന്താണ് പേയ്മെന്റ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൽ ട്രാൻസ്ഫർ നടത്തി. എനി പേയ്മെന്റ് മെയ്ഡ്, then the monetary value of any act. So that means എന്താണ് വേറെ ഒരു സർവീസ് ആയിരിക്കാം പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. തിരിച്ചെന്താണ് ഇങ്ങോട്ടൊരു സപ്ലൈ കിട്ടി തിരിച്ച് വേറൊരു സപ്ലൈ ആയിരിക്കാം കൊടുത്തിരിക്കുന്നത്. സോ അതിന്റെ മോണിറ്ററി വാല്യൂ ഓഫ് ആക്ട്. സോ ഇത് ഉണ്ടോ, ഇതെല്ലാം എന്തിനാണ് ഈ സപ്ലൈ, അതാണ് ഈ സപ്ലയറെ ഇങ്ങോട്ട് ഒരു സപ്ലൈ തന്നപ്പോൾ സപ്ലൈ ഗുഡ്സ് ആകാം സർവീസ് ആകാം, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നുകിൽ ക്യാഷ് പേയ്മെന്റ് കൊടുക്കാം അല്ലെങ്കിൽ തിരിച്ച് വേറൊരു സപ്ലൈ കൊടുക്കാം. ദെൻ തിരിച്ച് സപ്ലൈ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ട് പെർഫോം ചെയ്യാൻ, ദാറ്റ് മീൻസ് സപ്ലൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ട് തിരിച്ച് ചെയ്തു, അതിന്റെ മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത് എന്താണ് റെസിപ്പിയന്റ് ഓർ ഉണ്ടോ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, റെസിപ്പിയന്റ് കൊടുത്താൽ സപ്ലൈ വരും ഉണ്ടോ. ഇത് ഇയാൾക്ക് റിസീവ് ചെയ്തു, ഇയാൾക്ക് വേണ്ടിയിട്ട് ഈ റെസിപ്പിയന്റിന് വേണ്ടിയിട്ട് വേറെ ഒരു തേർഡ് പേഴ്സൺ ഈ പറയുന്ന ഒന്നുകിൽ പേയ്മെന്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ വേറെ ഒരു ആക്ട് പെർഫോം ചെയ്യുന്നു. ആർക്ക് വേണ്ടിയിട്ട്? റെസിപ്പിയന്റിന് വേണ്ടിയിട്ട് ചെയ്താലും എന്തായിട്ട് കൂട്ടും? അത് കൺസിഡറേഷൻ ആണ്. ക്ലിയർ ആണോ? സോ ദാറ്റ് മീൻസ് എനിക്ക് ഒരാള് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഒന്നുകിൽ ഞാൻ അതിലേക്ക് ക്യാഷ് കൊടുത്തു അല്ലെങ്കിൽ തിരിച്ച് ഞാൻ വേറെ ഒരു ആക്ട് പെർഫോം ചെയ്തു. ആ ആക്ടിന്റെ മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ എനിക്ക് പകരം എന്താണ് വേറെ ഒരാള് ഒരു തേർഡ് പേഴ്സൺ ഈ സപ്ലയർക്ക് ഒന്നെങ്കിൽ ക്യാഷ് പേയ്മെന്റ് കൊടുത്തു അല്ലെങ്കിൽ അയാൾ ഒരു പർട്ടിക്കുലർ ആക്ട് പെർഫോം ചെയ്താൽ അതിന്റെ മോണിറ്ററി വാല്യൂ അത് എന്തിന്റെ ഡെഫിനിഷനിൽ വരും? കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്താണ്? അതൊരു ക്യാഷിൽ തന്നെ ആണെന്നില്ല, ഇറ്റ് ക്യാൻ ബി ഇൻ കൈൻഡ്. സോ മോണിറ്ററി വാല്യൂ ഓഫ് എനി ആക്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഇവിടെ എനിക്ക് സ്ഥിരമായിട്ട് അയാൾ ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് തരുന്നുണ്ട്. ഞാനൊരു ഇവിടെ ഗവൺമെന്റ് സബ്സിഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് കൂട്ടൂല, ഗവൺമെന്റ് ആണ് തരുന്നെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് കൺസിഡറേഷൻ. സോ ഗവൺമെന്റ് സബ്സിഡി എന്തായിട്ട് കൂട്ടൂല, ഗവൺമെന്റ് സബ്സിഡി കേട്ടോ. സോ ദാറ്റ് മീൻസ് ഗവൺമെന്റ് അല്ലാത്ത സബ്സിഡി എന്തിൽ വരും? കൺസിഡറേഷനിൽ വരാം. സോ ഗവൺമെന്റ് സബ്സിഡി വിൽ നോട്ട് ബി ട്രീറ്റഡ് എന്താണ് എക്സ്ക്ലൂഷൻ ആണ്, കൺസിഡറേഷൻ. ദെൻ സോ എനിക്ക് ഒരാൾ സ്ഥിരമായിട്ടൊരു ഗുഡ്സ് തരും, ദാറ്റ് മീൻസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. സോ അതിനു വേണ്ടിയിട്ട് ഞാനൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സോ എനിക്കുണ്ടോ എനിക്ക് എല്ലാ വർഷവും ഇത്ര ക്വാണ്ടിറ്റി തരുന്നുണ്ട്. സോ അതിനുവേണ്ടി ഞാൻ ഒരു എഗ്രിമെന്റ് വെച്ചപ്പോൾ ഞാൻ തന്നെ 1 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്താൽ ആ 1 ലക്ഷം രൂപ കൺസിഡറേഷൻ ആയിട്ട് അതായത് ഈ റെസിപ്പിയന്റ് അയാൾക്ക് കൊടുത്തായിട്ട് കൂട്ടുവോ? സോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നോർമലി എന്തായിട്ട് വരില്ല, കൺസിഡറേഷൻ. അത് കൺസിഡറേഷൻ അല്ല, അതെന്നാൽ ഡെപ്പോസിറ്റ് ആണ്. സോ ആ ഒരു കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കും. അതിനല്ലേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഗവൺമെന്റ് സബ്സിഡിയും നോർമലി എന്തായിട്ട് വരില്ല? കൺസിഡറേഷൻ ആയിട്ട് വരില്ല. ശ്രദ്ധിക്കണം. However, a deposit is given in respect to supply of goods or service or both shall not be considered as payment made for supply unless such supplier applies such deposit as consideration for said supply. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് എന്ത് പറയാം? Adjustments of security deposit. സോ ഞാൻ ഒരിക്കൽ ഒരു സർവീസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനായിട്ട് എല്ലാ മാസവും സോ ഒരു രണ്ട് പോലെ ഒരു കൺസിഡറേഷൻ 10,000 ആണ് കൊടുക്കുന്നത്. സോ ഇപ്പം നമ്മളൊരു 12 മാസത്തേക്കായിരുന്നു എടുത്തിരിക്കുന്നത് വിചാരിക്കാം. സോ ഒരു 12 മാസത്തേക്ക് ഒരു 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ 2 മാസം
സോ ഈ സപ്ലയർ എന്ത് ചെയ്തു? സപ്ലയർ പറഞ്ഞു നിങ്ങൾ കൺസിഡറേഷൻ തരണ്ട, ഞാൻ എന്ത് ചെയ്തോളാം, നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്ന് കുറക്കാം. സോ അവസാനത്തെ 2 മാസം എന്താണ് 10,000 വെച്ചു. അയാൾ എന്ത് ചെയ്തു? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ആ കൺസിഡറേഷൻ കിട്ടേണ്ട എന്ത് ചെയ്തു? സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തു. സോ ദാറ്റ് മീൻസ് എന്താണ് കിട്ടേണ്ട 20,000 സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. സോ ദാറ്റ് മീൻസ് ആ കോൺട്രാക്ട് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന എത്രയായിരിക്കും? ഓൾറെഡി 20,000 എന്താണ് 2 മാസം, അവസാനത്തെ 2 മാസം ഒക്കെ നമുക്ക് ഈ റെന്റൽ അഗ്രിമെന്റിലൊക്കെ നോർമലി ചെയ്യാറുണ്ട് അവസാനത്തെ. സോ തിരിച്ചു തരുന്ന അത്രയും കുറയ്ക്കാനായിട്ട് എന്താണ് അവസാനത്തെ 2 മാസം എന്ത് ചെയ്യും? ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയും. സോ ദാറ്റ് മീൻസ് എന്തോരും ഇവിടെ 2 മാസം അഡ്ജസ്റ്റ് ചെയ്തു. ആ കൺസിഡറേഷൻ വരും എന്ത് ചെയ്തു? സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്ന് 10 എടുത്ത എഫക്ട് വരും. സോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് കൂട്ടും? ഈ 20,000 എന്തായിട്ട് മാറും? കൺസിഡറേഷൻ ആയിട്ട് മാറും. ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്ന് 20,000 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 80,000 ഇതെന്തായിട്ട് തന്നെ കിടക്കും? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് തന്നെ. ഇതെന്തല്ല കൺസിഡറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യില്ല എന്നാണ് ആ പോയിന്റ് പറയുന്നത്. അതായത് ഒരു സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ റെസിപ്പിയന്റ് സപ്ലയർക്ക് കൊടുക്കുന്ന എമൗണ്ട് അത് ഒന്നുകിൽ ക്യാഷ് ആയിട്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ട് ആകാം, അതിന്റെ മോണിറ്ററി വാല്യൂ ആകാം, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാള് റെസിപ്പിയന്റിന് വേണ്ടിയിട്ട് പേയ്മെന്റ് കൊടുത്താൽ ദെൻ എന്താണ് എന്തൊക്കെ വരില്ല? ഗവൺമെന്റ് സബ്സിഡിയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നോർമലി വരില്ല. ബട്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? അത് കൺസിഡറേഷൻ ആയിട്ട് മാറും. വെലായി 2.7 സബ്സെക്ഷൻ 1 ക്ലോസ് എ പ്രകാരമുള്ള ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓരോ പോയിന്റ് ആയിട്ട് വന്നത്. സോ ഗുഡ്സ് പറഞ്ഞു, സർവീസ് പറഞ്ഞു, കൺസിഡറേഷൻ പറഞ്ഞു. ഇനി പേഴ്സൺ കൂടെയാണുള്ളത്. പേഴ്സൺ സോ A2 സബ്സെക്ഷൻ 84 പറയുന്നത് പേഴ്സൺ ഒന്നുമില്ല ഇൻഡിവിജ്വൽ ആകാം, HUF ആകാം, കമ്പനി, ഫേം, LLP, association of person or body of individual, whether incorporated not in India or outside India. Then any incorporation established under the central or state, provincial act, government or government company is defined in section 2 subsection 45 of Companies Act 2013. Then any body corporate incorporated by or under the law or country or outside India. Cooperative society registered under any law relating to cooperative societies. Then a local authority, central government, state government, society as defined under Society Regulation Act 1860. Trust, every artificial juridical person not falling above. No. So ഇതെല്ലാം എന്തിന്റെ ഡെഫിനിഷൻ വരുന്നതാണ്? ഇതിൽ ആരും ആകാം പേഴ്സൺ, ബിസിനസ് 2 സബ്സെക്ഷൻ 17 ആണ് ബിസിനസ് പറയുന്നത്. Then any trade, commerce, manufacture, profession, vocation, adventure, leisure, or any other similar activity, whether or not is for a pecuniary benefit. So any activity or transaction in connection with incidental ancillary to above. Any activity or transaction in the nature of above, whether or not there is volume, frequency, continuity, or regularity of such a transaction. Okay. So A എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പോയിന്റ് ആണ്. സോ എനി കൊമേഴ്സ്, സോ ദാറ്റ് മീൻസ് ഒരു തവണ, സോ ദാറ്റ് മീൻസ് നോർമലി നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എടുക്കാറുണ്ട്. സോ ഒരു തവണ ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നാലും അത് എന്തിന്റെ ഡെഫിനിഷൻ വരാം? സോ ഒരു തവണ നടന്നു പിന്നീട് നടന്നില്ല എങ്കിലും ബിസിനസ് എന്ന് പറയുന്നത് അതിന്റെ ഇൻ ദ കോഴ്സ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ്സിൽ വരാം. Supply or acquisition of goods including capital asset and services in connection with the commencement or closure of business. Then provision by a club, association, society, or any such body for facilities or benefits to its member as the case may be. Admission for a consideration of person to any premise and so തിയേറ്ററിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടുന്ന എന്താണ്? ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോമൻസ്, അതെല്ലാം എന്തിനുണ്ടൽ വരും? GST under business services supplied by a person as the holder of an office which has been accepted by him in the course or furtherance of his trade, profession, or vocation. Activities of a race club including by way of totalizer or license to bookmarker, or activities of a license to bookmarker in such club. Then any activity or transaction undertaken by central government, state government, or any local authority in which they are engaged as public authorities.
സോ ഇതെല്ലാം എന്തിന്റെ അണ്ടറിൽ വരും? ബിസിനസ് എന്ന് പറയുന്ന ഡെഫിനിഷന്റെ അണ്ടറിൽ വരും. സോ അതൊരു അറിഞ്ഞിരിക്കേണ്ടതാണ്. ബിസിനസ് എന്താണെന്ന് നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല. സോ 7 subsection 1 clause A ക്ലിയർലി. സോ 7 subsection 1 clause A സപ്ലൈ എന്താന്ന് പറഞ്ഞാൽ, സോ നമ്മളാണ് ആദ്യം പോലെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്? സപ്ലൈ ആണ്. 7 subsection 1 clause A supply includes all forms of supply of so and so, supply of goods or service or made or agreed to be made for a consideration by a person in the course or furtherance of business. 7 subsection 1 clause A. Then next one. 7 subsection 2 clause 7 subsection 1 clause 2 clause AA. Very important. 7 subsection 1 clause AA. Activities or transactions between a person other than individual and its members or constituents for consideration. Activities. Okay. So, very important. So, now latest ആയിട്ട് വന്നിരിക്കുന്ന ഒരു അമെൻഡ്മെന്റിലൂടെ വന്നിരിക്കുന്നതാണ് 7 subsection 1 clause AA. ശ്രദ്ധിക്കുക. 7 subsection 1 clause AA. 7 subsection 1 clause AA. Okay. Activities or transaction by a person. Okay. So person ഉണ്ട്, എന്താ ആകാൻ പാടില്ല? other than individual. So person എന്ന് പറഞ്ഞാൽ ആരാകാൻ പാടില്ല? ഇൻഡിവിജ്വൽ ആകാൻ പാടില്ല. Then എന്താണ്? ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ. ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ. ആക്ടിവിറ്റി ഓർ ഉണ്ടോ? ഒരു പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ ആകാൻ പാടില്ല. ആക്ടിവിറ്റി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആർക്കാണ്? മെമ്പേഴ്സിനോ ഓർ കോൺസ്റ്റിറ്റ്യൂവൻസ്. ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നുകിൽ എന്താണ് പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ എന്ത് കൊടുത്തു? ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കൊടുത്തു. ആർക്ക്? മെമ്പേഴ്സിന്. അല്ലെങ്കിൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്താണ്? തിരിച്ച് ഈ പറയുന്ന പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ ആകാൻ പാടില്ല. അവർക്ക് എന്ത് കൊടുത്തുകൊണ്ടോ? ഓർ വൈസ് വേഴ്സ. സോ ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ പെർഫോം ചെയ്ത് എന്തിനായിരിക്കും? ഒന്നുകിൽ ഫോർ ക്യാഷ് ഓർ ഡെഫേർഡ് പേയ്മെന്റ്സ് or other valuable consideration. Other valuable consideration. So will be treated as supply. So now 7 subsection 1 clause AA. So that means എന്താണ്? ഒരു പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ, ഒരു ക്ലബ് വല്ല മെമ്പേഴ്സിന് എന്താണ് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ തിരിച്ച് മെമ്പർ ഒന്നുകിൽ അപ്പോൾ തന്നെ പേയ്മെന്റ് അല്ലെങ്കിൽ ഡെഫേർഡ് ആയിട്ടുള്ള അവരുടെ പേയ്മെന്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ചാണ്. ഒന്നുകിൽ ക്ലബ് മെമ്പേഴ്സിനാകാം അല്ലെങ്കിൽ തിരിച്ചാകാം. സോ ഇങ്ങനെ വന്നാലും അത് ഇതിന്റെ വരും? ഡെഫിനിഷനിൽ വരും സപ്ലൈ. സോ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഷെഡ്യൂൾ 2 പാരാ 7 ഒരു കാര്യം പറയുന്നുണ്ട്. അത് എന്ത് ചെയ്തു? ഒമിറ്റഡ് ആണ്. സോ ഇത് റീട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. റീട്രോസ്പെക്റ്റീവ് എഫക്ട് 1/7/2017 മുതൽ റീട്രോസ്പെക്റ്റീവ് എഫക്ട് കൊടുത്തിരിക്കുകയാണ്. സോ പാര നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഷെഡ്യൂൾ 2 ഡിസ്കസ് ചെയ്യുമ്പോൾ പാരാ 7 ഈ ഒരു കാര്യം പറയും. സോ അത് ഒമിറ്റഡ് ആണ് റീട്രോസ്പെക്റ്റീവ്ലി. എന്താണ്? 1
7/2017 റീട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ എന്താണ് അതെന്താണ് ഒമിറ്റഡ് ആണ്. സോ നമ്മളത് ഷെഡ്യൂൾ 2 ഈ ചാപ്റ്റർ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഷെഡ്യൂൾ 2 ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പറഞ്ഞ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യും. സോ പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ എന്താണ് മെമ്പേഴ്സിനോ അല്ലെങ്കിൽ മെമ്പേഴ്സ് തിരിച്ചോ ഫോർ ക്യാഷ് ഓൺ ഡെഫേർഡ് പേയ്മെന്റ് വിൽ ബി കവേർഡ് അണ്ടർ ദ സ്കോപ്പ് ഓഫ് സപ്ലൈ. നെക്സ്റ്റ് വൺ. സോ നമ്മളിപ്പം 2 സെക്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നു. 7 subsection 1 clause A, then 7 subsection 1 clause AA, then 7 subsection 1 clause B. Next one, 7 subsection 1 clause B. 7 subsection 1 clause B. So very important. 7 subsection 1 clause B. So yeah. Import of service. Very, very important. Section 7 subsection 1 clause B. എന്താണ് പറയുന്നത്? Import of എന്ത് മാത്രം സർവീസ്. Import of service. Import of service. So നമ്മൾ നോർമലി എല്ലായിടത്തും എന്താണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇമ്പോർട്ട് ഓഫ് സർവീസ് എന്താണ്, നമ്മൾ ഇന്ത്യക്ക് പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് ഒരു സർവീസ് കൊണ്ടുവരുന്നതിനാണ് ഇമ്പോർട്ട് ഓഫ് സർവീസ്. എന്തായിരിക്കണം? ഫോർ എ കൺസിഡറേഷൻ. ഫോർ എ കൺസിഡറേഷൻ. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ. Import of service for a consideration. No, then whether or not in the course or furtherance of business. Whether or not. Whether or not. Whether or not in the course or furtherance of business. Furtherance of business. So no. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. എന്താണ് ഇമ്പോർട്ട് ഓഫ് സെക്ഷൻ 7 സബ്സെക്ഷൻ ബി എന്താണ് പറഞ്ഞത്? 7 സബ്സെക്ഷൻ 1 ക്ലോസ് എ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? എന്തുണ്ടാകണം? കൺസിഡറേഷൻ ഉണ്ടാകണം. ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഒരു പേഴ്സൺ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് എന്നായിരുന്നു 7 സബ്സെക്ഷൻ 1 ക്ലോസ് എ പറയുന്ന കൺസിഡറേഷൻ വേണമായിരുന്നു. ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് 1 പേഴ്സൺ. Then in the for a consideration in the course or furtherance of business. But 7 subsection 1 clause B like ഇത് import of service for a consideration whether or not in the course or whether or not in the course or business or profession. Whether or not in the course or furtherance of business. That means എന്താകാം? ബിസിനസ് പർപ്പസിനാകാം അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിനുള്ളതുമാകാം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ സെക്ഷനെ ഒന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഇവിടുന്ന് ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. നോക്കാം. 2 കാര്യങ്ങളാണ്. ഇമ്പോർട്ട് ഓഫ് നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാവുന്നത്. ഒന്നെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ്. ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ട് ഓഫ് സർവീസ്. സോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആണെങ്കിൽ നമുക്കിവിടെ എന്ത് അട്രാക്ട് ചെയ്യും? കസ്റ്റംസ്. കസ്റ്റംസ് ഡ്യൂട്ടി അട്രാക്ട് ചെയ്യും. ഉണ്ടോ? ഈ ഗുഡ്സ് ആണെങ്കിൽ എന്താണ്? കസ്റ്റംസ് ഡ്യൂട്ടി അട്രാക്ട് ചെയ്യും. നേരെ മറിച്ച് ഇമ്പോർട്ട് ഓഫ് സർവീസ്. ഇമ്പോർട്ട് ഓഫ് സർവീസ്. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ. Import of service for a consideration, not for a consideration. So import of service for a consideration ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ബിസിനസ്സിനാണെങ്കിൽ ബിസിനസ് ആണെങ്കിലും എന്തായിട്ട് കൂട്ടും? സപ്ലൈ. ബിസിനസ്സിനാണെങ്കിലും സപ്ലൈ ആയിട്ട് കൂട്ടും. സപ്ലൈ. നോൺ ബിസിനസ്. നോൺ ബിസിനസ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ പറയാം? ഒരു പേഴ്സണൽ പർപ്പസിനാണെങ്കിലും എന്തായിട്ട് കൂട്ടും?
സപ്ലൈ ആയിട്ട് കൂട്ടും. ബട്ട് കൺസിഡറേഷൻ ഇല്ലെങ്കിലോ നോട്ട് എ സപ്ലൈ. ക്ലിയർ ആണോ? ഞാൻ വേണം ആ ഒരു സെക്ഷൻ മനസ്സിലാക്കണം. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് വിൽ കവേർഡ് അണ്ടർ കസ്റ്റംസ് ഡ്യൂട്ടി അട്രാക്ട് ചെയ്യും. ഇമ്പോർട്ട് ഓഫ് സർവീസ് കൺസിഡറേഷൻ ഉണ്ട്, അത് ബിസിനസ് പർപ്പസിനാണെങ്കിലും പേഴ്സണൽ പർപ്പസിനാണെങ്കിലും. ഇമ്പോർട്ട് ഓഫ് സർവീസ് ബിസിനസ് പർപ്പസിനാണെങ്കിലും പേഴ്സണൽ പർപ്പസിനാണെങ്കിലും നമ്മൾ എന്ത് അട്രാക്ട് ചെയ്യും? GST സപ്ലൈയുടെ സ്കോപ്പിൽ വരും. സപ്ലൈയുടെ സ്കോപ്പിൽ വരിക മീൻസ് എന്താണ്? GSTയുടെ ടാക്സബിൾ ഇവന്റ് അല്ലേ സപ്ലൈയുടെ സ്കോപ്പിൽ വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? GST അട്രാക്ട് ചെയ്യും. ക്ലിയർ ആണോ? ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്താണ്? കസ്റ്റംസ് ഡ്യൂട്ടി അട്രാക്ട് ചെയ്യും. സർവീസ് ആണെങ്കിൽ ഇതുണ്ട് എക്സാമ്പിൾ പറയാം. അത് സപ്ലൈ ആകുമോ എന്നിട്ട് GST അട്രാക്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊന്ന് പറയാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. എക്സാമ്പിൾ മിസ്റ്റർ M received a legal service from outside India in relation to his business for $100. ഇത് സപ്ലൈ ആണോ? 7 subsection 1 clause 7 subsection 1 clause B അട്രാക്ട് ചെയ്യുവോ? നോ. ഇതെന്താണ്? റിസീവ്ഡ് ലീഗൽ സർവീസസ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. ദാറ്റ് മീൻസ് ഇതെന്താ? ലീഗൽ സർവീസ് എന്താണ്? ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ്. ഇതെന്താണ്? റിലേഷൻ ടു ബിസിനസ് ആകാമായിരിക്കാം. എന്തറിഞ്ഞാൽ നമുക്കൊരു ഫോർ എ കൺസിഡറേഷൻ. അണ്ടർ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് ബി ഇത് സപ്ലൈ ആണ്. ഇവിടെ എന്ത് അട്രാക്ട് ചെയ്യും? GST അട്രാക്ട് ചെയ്യും. Then second one, Mr. M constructed a house. Personal use. Personal use and taken interior design services from Australia. For $1,000. Just $1 പറഞ്ഞുള്ളൂ. ഇത് സപ്ലൈ ആകോ ഇല്ലയോ? കൺസ്ട്രക്ട് ചെയ്യുന്നത് ഹൗസ് പേഴ്സണൽ പർപ്പസ് ആണ്. പക്ഷേ എന്താണ്? ഇന്റീരിയർ ഡിസൈൻ സർവീസ് അബ്രോഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? ഇമ്പോർട്ട് ഓഫ് സർവീസ് ഉണ്ട്. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഉണ്ട്. ദെൻ എന്തുകൂടെ നോക്കുന്നുണ്ട്? കൺസിഡറേഷൻ ഉണ്ട്. പേഴ്സണൽ പർപ്പസിനാണെങ്കിലും അല്ലെങ്കിലും കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അണ്ടർ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് ബി സപ്ലൈ ആണ്. എന്ത് അട്രാക്ട് ചെയ്യും? സപ്ലൈ ആണെങ്കിൽ GST അട്രാക്ട് ചെയ്യും. വേറൊരു എക്സാമ്പിൾ. മിസ്റ്റർ M imported free services from Google without any consideration. ഗൂഗിളിൽ ഒരു സർവീസ് ഇമ്പോർട്ട് ചെയ്തു. ദാറ്റ് മീൻസ് ഗൂഗിളിൽ നിന്ന് ഇന്ത്യക്ക് പുറത്തു നിന്ന് കിട്ടുന്ന ഒരു സർവീസ് അയാൾ എന്ത് ചെയ്തു? ഡൗൺലോഡ് ചെയ്തു അല്ലെങ്കിൽ അത് യൂസ് ചെയ്തു. ദെൻ ബട്ട് എന്താണ്? വിത്തൗട്ട് എനി കൺസിഡറേഷൻ. ആക്ച്വലി അതെന്താണ്? ഇമ്പോർട്ട് ഓഫ് സർവീസ്. അത് പേഴ്സണൽ പർപ്പസിനാകാം ബിസിനസ് പർപ്പസിനാകാം. അയാൾ ആ സർവീസ് യൂസ് ചെയ്തത് ബട്ട് ഫ്രീ ഓഫ് കോസ്റ്റ്, കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ എടുത്താൽ അണ്ടർ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് ബി പ്രകാരം അതെന്തല്ല? നോട്ട് എ സപ്ലൈ. ബിക്കോസ് ദർ ഇസ് നോ കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഉണ്ടെങ്കിലേ എന്താവുള്ളൂ?
ഇമ്പോർട്ട് ഓഫ് സപ്ലൈ എന്തായിട്ട് ട്രീറ്റ് ചെയ്യത്തുള്ളൂ? കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്താകൂ? ഇമ്പോർട്ട് ഓഫ് സർവീസസ് എന്തായിട്ട് വരുള്ളൂ? സപ്ലൈ ആസ് പെർ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് ബി. 7 സബ്സെക്ഷൻ 1 ക്ലോസ് ബി. ഓക്കെ ആണോ? subsection 1 clause B. Then next one, 7 subsection 1 clause C plus schedule 1 supply without consideration. Okay, so നോക്കാം. 7 subsection 1 clause A എന്തായിരുന്നു? പേഴ്സൺ ഉണ്ട്, കൺസിഡറേഷൻ ഉണ്ട്, ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ഉണ്ട്. 7 subsection 1 clause AA ശരിക്കും ആക്ച്വലി അതൊരു വേറൊരു സെനാരിയോ ആണ്. എന്താണ്? Any person other than individual and members no അവർ തിരിച്ചു കൊടുത്താൽ it will be treated as for a cash or deferred payment will be treated as supply. Then 7 subsection 1 clause B എന്തായിരുന്നു? അവിടെ എന്ത് വേണ്ട? import of എന്താണ്? service alone. import of goods ആണെങ്കിൽ will comes under എന്താണ്? കസ്റ്റംസ് ഡ്യൂട്ടി. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ അവിടെ എന്ത് വേണമെന്നില്ല? ഫർദറൻസ് ഓഫ് ബിസിനസ് വേണമെന്നില്ല. സോ പേഴ്സണൽ പർപ്പസിനാണെങ്കിലും എന്തായിട്ട് എടുക്കാം? സപ്ലൈ ആയിട്ട് എടുക്കാം. ഉണ്ടോ? മൂന്നാമത് 7 സബ്സെക്ഷൻ 1 ക്ലോസ് സി ഷെഡ്യൂൾ 1 കൂടെ ചേരുമ്പോൾ എന്താണ്? കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും എന്താണ്? ഈ പറയുന്ന ഐറ്റംസ് എന്താണ്? ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന ഈ ഐറ്റംസ് എന്താകും? സപ്ലൈ ആകും. ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന ഈ ഐറ്റം എന്തായിട്ട് മാറും? സപ്ലൈ ആകും. The activity is specified in schedule 1 made or agreed to be made without consideration. നോക്കാം. കൺസിഡറേഷൻ ഇല്ല എങ്കിൽ പോലും സപ്ലൈ മാറുന്ന ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന ഐറ്റം നോക്കാം. പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ് where input tax credit has been availed on such asset. The permanent transfer or disposal. So deemed supply ആണ്. സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ല എങ്കിൽ പോലും എന്തായിട്ട് കൂട്ടും? സപ്ലൈ ആയിട്ട് കൂട്ടുന്ന ഐറ്റം ആണ് ഇതിൽ പറയുന്നത് ഷെഡ്യൂൾ 1. പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസെറ്റ് where input tax credit has been availed on such asset. Okay, so നമ്മൾ ബിസിനസ് പർപ്പസിനായിട്ട് വാങ്ങിച്ചിട്ടുള്ള അസെറ്റിന് അതെന്താണ്? പെർമനന്റ് ആയിട്ട് ബിസിനസ്സിൽ നിന്ന് എന്താണ്? ഡിസ്പോസ് ചെയ്യുകയാണ്. സോ അത് കൺസിഡറേഷൻ ഇല്ലാതെ പോലും ഡിസ്പോസ് ചെയ്യുന്നു. വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഡിസ്പോസ് ചെയ്താലും അതിനകത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ സോ ഇതിങ്ങനെ വാങ്ങിച്ചിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റുക എന്നുള്ള ഉദ്ദേശമായിരിക്കും. ഇൻഡയറക്റ്റ് ആയിട്ട് നേരത്തെ ഓൾറെഡി ബെനിഫിറ്റ് ഉണ്ട്, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ബിസിനസിന്റെ അസെറ്റ് എന്താണ്? ഓൾറെഡി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുള്ള അസെറ്റ് ആണെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യണം. എന്താണ്? വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ലാതെ എന്താണ്? ഡിസ്പോസ് ചെയ്താലും എന്തായിട്ട് കൂട്ടും? സപ്ലൈ ആയിട്ട് കൂട്ടുന്ന. സോ ബിസിനസിന്റെ ഒരു അസറ്റ് ആണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മേടിക്കാൻ മീൻസ് എന്താണ്? സോ നമുക്ക് ബിസിനസിന്റെ ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ട് അതിനകത്ത് ഓൾറെഡി അടച്ച ടാക്സ് ഇതിനകത്ത് നിന്ന് കുറച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താണ്? ഒരു കൺസിഡറേഷൻ ഇല്ലാതെ അത് വിറ്റ് പോവുകയാണെങ്കിൽ അതെന്താണ്? കൺസിഡറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ സപ്ലൈ ആയിട്ട് എടുക്കാതിരിക്കില്ല. ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഇഫ് എന്താണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. Then second one, supply of goods or services or both between related person or between distinct person as specified in section 25 when made in the course or furtherance of business. Okay. So noka related person, supply of goods or service or both related person between distinct person or as specified in section 25. ഒന്നുകിൽ related person അല്ലെങ്കിൽ section 25 പറഞ്ഞിരിക്കുന്ന between a distinct person as specified in section 25 when made in the course or furtherance of business. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. related persons അല്ലെങ്കിൽ എന്താണ്? distinct persons.
അണ്ടർ സെക്ഷൻ 25 ഇവരെന്താണ് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഓർ ബോത്ത്. ഇപ്പോഴും ശ്രദ്ധിക്കണം, 7 സബ്സെക്ഷൻ 1B മാത്രമാണ് നമ്മൾ എന്ത് പറഞ്ഞു, ഇമ്പോർട്ട് ഓഫ് സർവീസ് അലോൺ. സോ ഇവിടെ ഇങ്ങനെ സപ്ലൈ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് കൺസിഡറേഷൻ ബട്ട് എന്തുണ്ടായിരിക്കണം, ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ, ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ വിൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. കൺസിഡറേഷൻ ഇല്ല എങ്കിൽ പോലും will be treated as supply. Okay. Then provided gift not exceeding 50,000 rupees in value in a financial year by an employer to employee shall not be treated as supply of goods or service or both. No. So employer employee gift കൊടുക്കുകയാണെങ്കിൽ, employee gift കൊടുക്കുന്നുണ്ട് up to 50,000 ആണെങ്കിൽ എന്തായിട്ട് വരില്ല, സപ്ലൈ ആയിട്ട് കൂട്ടില്ല. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ആയിട്ട് കൂട്ടില്ല. നെക്സ്റ്റ് വൺ. അടുത്ത ശ്രദ്ധിക്കുക, സപ്ലൈ ഓഫ് ഗുഡ്സ് മാത്രം. സപ്ലൈ ഓഫ് ഗുഡ്സ് ഇവിടെ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് എന്ന് പറഞ്ഞിട്ടില്ല. സപ്ലൈ ഓഫ് ഗുഡ്സ് അലോൺ ബൈ പ്രിൻസിപ്പൽ ടു ഏജന്റ് വേർ ഏജന്റ് അണ്ടർടേക്സ് ടു സപ്ലൈ സച്ച് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പൽ. Then by agent to principal where agent undertake to receive such goods on behalf of principal. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, 7 subsection 1 clause C ആണ്. 7 subsection 1 under section 7 subsection 1 clause C. 7 subsection 1 clause C. Okay, plus schedule 1. Okay, schedule 1 ശ്രദ്ധിക്കുക. schedule 1 എന്താണ്, deemed supply ആണ്. deemed supply, that means supply വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ല എങ്കിൽ പോലും സപ്ലൈ ആകുന്നതാണ്. സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ. സോ ഇവിടെ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫസ്റ്റ് വൺ സപ്ലൈ പെർമനന്റ്. ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടന്റ്. പെർമനന്റ് ട്രാൻസ്ഫർ. സോ എന്താണ് പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ബിസിനസ് അസറ്റ്. പെർമനന്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ്. ഓക്കെ, സോ ഈ ബിസിനസ് അസറ്റിന്റെ പുറത്ത് എന്ത് എടുത്തിട്ടുണ്ടാകണം? ITC അവൈൽഡ്. പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്. ആ ബിസിനസ് അസറ്റിന്റെ പുറത്ത് എന്താണ്? ITC അവൈൽ ചെയ്തിട്ടുള്ളതാണെങ്കിൽ എന്ത് വരും? വിൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. കൺസിഡറേഷൻ ഇല്ല എങ്കിലും എന്തായിട്ട് കൂട്ടും? സപ്ലൈ ആയിട്ട് കൂട്ടും. സോ ഇവിടെ നിങ്ങൾ എന്ന് പറയാം, പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്. Without consideration. രണ്ട് സെനാരിയോ ഉണ്ട്. ഈ അസറ്റ്, ഈ ബിസിനസ് അസറ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് എന്താണ്? ITC അവൈൽഡ്. then ITC not availed. Okay, so ITC അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനകത്ത് വരും? അണ്ടർ സെക്ഷൻ 7 subsection 1 clause C, ഷെഡ്യൂൾ 1 കൂടെ വന്നു കഴിയുമ്പോൾ എന്താണ്? ITC അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് കൂട്ടും? സപ്ലൈ. സോ ITC നോട്ട് അവൈൽ ആണെങ്കിൽ നമ്മുടെ ജനറൽ സെക്ഷനിലോട്ടും 7 subsection 1 clause A. ഇവിടെ എന്തില്ല? കൺസിഡറേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇത് എന്താവൂല?
ITC not availed ആണെങ്കിൽ സപ്ലൈ ആകുമോ? Not availed, not a supply. Clear ആണോ? No. So businesses no. So ITC avail ചെയ്യില്ലെങ്കിൽ എന്താണ് 7 subsection 1 clause ഷെഡ്യൂൾ 1 നിന്ന് പുറത്തു പോയി. So ITC avail ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് നമുക്ക് എന്താണ് കൺസിഡറേഷൻ ഉണ്ടോ നോക്കണം. 7 ജനറൽ ക്ലോസ് സെക്ഷനിലേക്ക് പോകും. കൺസിഡറേഷൻ ഇല്ലാത്തതുകൊണ്ട് എന്താവില്ല, സപ്ലൈ ആകില്ല. Then second one എന്താണ്? Second one, supply between related parties അല്ലെങ്കിൽ distinct persons under section 25. Under section 25 ഇവിടെ കൺസിഡറേഷൻ എങ്കിലും എന്തുണ്ടാകണം? In the course or furtherance of business. In the course or furtherance of business ഉണ്ടാവണം. In the course or furtherance of business ആണെങ്കിലേ എന്ത് വരുള്ളൂ, അത് എന്തായിട്ട് കൂട്ടുള്ളൂ. ഇവിടെ ഓൾറെഡി എന്താണ് കൺസിഡറേഷൻ ഇല്ലാത്ത കേസാണ്. നമ്മൾ ഷെഡ്യൂൾ 1 എല്ലാം പറയുന്നത് ഡീംഡ് സപ്ലൈ ആണ്. ഫസ്റ്റ് കേസിൽ ബിസിനസ് അസറ്റ്, പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ് ഓൺ വിച്ച് ITC ടേക്കൺ. ദെൻ സപ്ലൈ ഓഫ് റിലേറ്റഡ് പാർട്ടീസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് in the course or furtherance of business. Then ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, സപ്ലൈ ഓഫ് ഗുഡ്സ്. സോ തേർഡ് വൺ എന്താണ് സപ്ലൈ, സോറി അതിന് മുമ്പ് ഒരു കേസാണ്. പ്രൊവൈഡ് എംപ്ലോയറെ എംപ്ലോയിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് 50,000 വരെ ആണെങ്കിൽ എന്തായിട്ട് കൂട്ടില്ല, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ആയിട്ട് കൂട്ടില്ല. Then third one എന്തായിരുന്നു? സപ്ലൈ ഓഫ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ഗുഡ്സ് എന്താണ്? ഒന്നെങ്കിൽ പ്രിൻസിപ്പൽ ടു ഏജന്റ്, അല്ലെങ്കിലോ തിരിച്ച് ഏജന്റ് ടു പ്രിൻസിപ്പൽ, ഏജന്റ് ടു പ്രിൻസിപ്പൽ. സോ പ്രിൻസിപ്പല് ഏജന്റിന് കൊടുക്കുന്ന എന്തായിരിക്കും? സോ പ്രിൻസിപ്പലിന് വേണ്ടിയായിരിക്കും ഈ ഏജന്റ് എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് സെയിൽ നടത്തുന്നത്. സോ പ്രിൻസിപ്പൽ എന്താണ് സെയിൽ അല്ലെങ്കിൽ ആ വിട്ടിട്ട് തിരിച്ചു കൊടുക്കുന്ന ഏജന്റ്, പ്രിൻസിപ്പൽ ടു ദ ഏജന്റ് അണ്ടർടേക്സ് റിസീവ് സച്ച് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പൽ. സോ ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പലിന് വേണ്ടിയായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ അവര് സെയിൽ നടത്തുന്ന ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ഒക്കെ പറയുന്ന അങ്ങനെ തന്നെ വരാം. സോ ഏജന്റിന് എന്താണ് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു, അവർ വിട്ടിട്ട് പ്രിൻസിപ്പലിന് എന്ത് കൊടുക്കുന്നു, എമൗണ്ട് കൊടുക്കുന്നു. മിച്ചമുള്ള ഗുഡ്സ് തിരിച്ചു കൊടുത്താലും ഇതെല്ലാം എന്തായിട്ട് വരും, സപ്ലൈ ആയിട്ട് വരും. സോ പ്രിൻസിപ്പൽ ഏജന്റിന് കൊടുക്കുന്നത് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ആയിരിക്കും, കൺസിഡറേഷൻ ഇല്ലാതായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ എന്തായിട്ട് വരും, പ്രിൻസിപ്പൽ ഏജന്റിനോ ഏജന്റ് പ്രിൻസിപ്പലിനോ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഒരു പോയിന്റ് കൂടെ ഉണ്ട് അവിടെ. ഫോർത്ത് വൺ, import of service. Import of service. Import of service. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഓൾറെഡി നമ്മൾ 7 subsection 1 clause B യിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ട് ഓഫ് സർവീസ് എന്താണ്? വിത്തൗട്ട് കൺസിഡറേഷൻ, സോറി എന്താണ്, ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്, ബട്ട് എന്തുണ്ടാകണം, കൺസിഡറേഷൻ ഉണ്ടാകണം. സോ ബിസിനസ്സിനാകാം പേഴ്സണൽ പർപ്പസിനാകാം. ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ എന്തായിരുന്നു? 7 subsection 1 clause B ആണ്. ഇവിടെ എന്തില്ല, കൺസിഡറേഷൻ ഇല്ല. Then import of service by a person. Import of service by a person. By a person from a related person or from any or from any other establishment outside India, any other establishment outside India, in the course or furtherance of business. In the course or furtherance of business. In the course or no. So import of service by a related person
from any other establishment or from any other establishment outside India in the course or furtherance of business. So that means എന്താണ് ബിസിനസ് പർപ്പസിന് എന്താണ് സർവീസ് ഇമ്പോർട്ട് ചെയ്താൽ ഒന്നുകിൽ റിലേറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന എൻറ്റിറ്റിയുടെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ബ്രാഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള HOയിൽ നിന്ന് എന്താണ് സർവീസ് ഇമ്പോർട്ട് ചെയ്താൽ അതെന്തായിട്ട് കൂട്ടും? സപ്ലൈ ആയിട്ട് കൂട്ടും. ക്ലിയർ ആണോ? സോ ഇവിടെ നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ വേണം. ഇനി നമുക്കൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് സമ്മപ്പ് ചെയ്യാം. സപ്ലൈ നമ്മള് സെക്ഷൻ വൈസ് പറയുകയാണെങ്കിൽ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് എ എന്തായിരുന്നു? പേഴ്സൺ എന്തുണ്ടാകണം? കൺസിഡറേഷൻ and plus in the course or furtherance of business. അതാണ് ജനറൽ സെക്ഷൻ. ദാറ്റ് മീൻസ് ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ കൺസിഡറേഷൻ പ്ലസ് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിലാണ് നോർമലി ഒരു ജനറൽ സെക്ഷൻ പ്രകാരം 7 സബ്സെക്ഷൻ 1 ക്ലോസ് എ പ്രകാരം എന്താകുക? സപ്ലൈ ആകുക. ദെൻ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് എ എന്തായിരുന്നു പറയുന്നത്? 7 സബ്സെക്ഷൻ 1 ക്ലോസ് എ എന്താണ്? പേഴ്സൺ എന്താകാൻ പാടില്ല? ഇൻഡിവിജ്വൽ ആകാൻ പാടില്ല. അതർ ദാൻ ഇൻഡിവിജ്വൽ എന്ത് പെർഫോം ചെയ്തു? ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ആർക്ക്? മെമ്പേഴ്സിന്. ഓക്കെ. സോ പേഴ്സൺ മെമ്പേഴ്സിന് ആകാം അല്ലെങ്കിൽ മെമ്പേഴ്സ് പേഴ്സണോ ആകാം. എന്തിനാണ്? ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ ഡെഫേർഡ് ക്യാഷ് ആകാം, ഡെഫേർഡ് പേയ്മെന്റ് ആകാം, ഓർ വാല്യുവബിൾ കൺസിഡറേഷൻ ആകാം. വാല്യുവബിൾ കൺസിഡറേഷൻ. സോ ഇത്രയും ഇതിനാണ് വരുന്നതെങ്കിൽ എന്തായിട്ട് കൂട്ടും? അത് സപ്ലൈ ആയിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? ഫസ്റ്റ് കേസിൽ ശ്രദ്ധിക്കുക, ഒരു പേഴ്സൺ എന്താണ്? കൺസിഡറേഷൻ പ്ലസ് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. സെക്കൻഡ് വണ്ണിൽ എന്താണ്? അതർ ദാൻ ഇൻഡിവിജ്വൽ. ദാറ്റ് മീൻസ് ക്ലബിന്റെ കേസാണ് പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽസ് ടു മെമ്പേഴ്സ് ഓർ വൈസ് വേഴ്സ. ആക്ടിവിറ്റി ഓർ ക്യാഷ് അല്ലെങ്കിൽ ഡെഫേർഡ് പേയ്മെന്റ് ആകാം, അല്ലെങ്കിൽ തിരിച്ച് വാല്യുബിൾ കൺസിഡറേഷൻ ആണെങ്കിൽ അത് സപ്ലൈ ആയിട്ട് കൂട്ടും. ദെൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് ബി എന്തായിരുന്നു? 7 സബ്സെക്ഷൻ 1 ക്ലോസ് ബി. സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് ബി എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇമ്പോർട്ട് ഓഫ് സർവീസ് മാത്രം എന്തുണ്ടാകണം? പ്ലസ് കൺസിഡറേഷൻ മസ്റ്റ് ആണ്. കൺസിഡറേഷൻ ദെൻ എന്താകാം? ബിസിനസ് ഓർ പേഴ്സണൽ in the course or whether or not in the course or business of profession. Business in the course or business or furtherance of business. In the course or furtherance of business or personal purpose. എന്തിനാണെങ്കിലും എന്തുണ്ടോ നമുക്ക് ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ എന്ത് മാത്രം മതി? കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. ക്ലിയർ അല്ലേ? ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് സി എന്താണ്? ഡീംഡ് സപ്ലൈ. സോ ദാറ്റ് മീൻസ് നോ കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇല്ല എങ്കിലും 7 സബ്സെക്ഷൻ 1 ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് ആണെങ്കിൽ, ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന ഐറ്റം കൺസിഡറേഷൻ ഇല്ല എങ്കിലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ എന്തൊക്കെയാണ് ഷെഡ്യൂൾ 1 പറയുന്ന ഐറ്റംസ്? ഷെഡ്യൂൾ 1 സോ ഈ പറയുന്ന ഐറ്റംസ് ആണ് എന്ത്? പെർമനന്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ് ITC ടേക്കൺ. പെർമനന്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ് എന്തെടുത്തിരിക്കണം? ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ് ആയിരിക്കണം. ദെൻ സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് വൺ
supply between related party, supply between ഒന്ന് റിലേറ്റഡ് പാർട്ടി അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ അണ്ടർ സെക്ഷൻ 25. ബട്ട് എന്തായിരിക്കണം പ്ലസ് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ഉണ്ടാകും. ഓക്കെ, സോ റിലേറ്റഡ് പേഴ്സൺസോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസോ തമ്മിലുള്ള സപ്ലൈ എന്താണ് കൺസിഡറേഷൻ ഇല്ല എങ്കിലും ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ വിൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. ദെൻ തേർഡ് വൺ എന്താണ് സപ്ലൈ ഓഫ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ഗുഡ്സ് എന്താണ് പ്രിൻസിപ്പൽ ഏജന്റ്. സോ പ്രിൻസിപ്പൽ ടു ഏജന്റ് ആകാം, ഏജന്റ് ടു പ്രിൻസിപ്പൽ ആകാം. സോ രണ്ടും എന്തായിട്ട് കൂട്ടും, വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും സപ്ലൈ ആയിട്ട് കൂട്ടും. Then last one, import of service. Import of service consideration illa engil endinathu varilla 7 subsection 1 clause b il varilla import of service no. So consideration undarnengil endu cover cheyidane 7 subsection 1 il cover cheyidane import of service by a related person or from on establishment. സോ എന്താണ് ഇമ്പോർട്ട് ഓഫ് സർവീസ് എന്ത് പർപ്പസിനായിരിക്കണം? ഇൻ ദ കോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ്. അവിടെ എന്താണ് കൺസിഡറേഷൻ ഇല്ല എങ്കിൽ എന്തുണ്ടാകണം? പ്ലസ് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ഉണ്ടാവണം. ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ഉണ്ടാവണം. ക്ലിയർ ആണോ? ഇതാണ് സപ്ലൈ ഇൻക്ലൂഡ്സ്. സോ അതിന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് സപ്ലൈ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. ദെൻ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്ത് ഓരോ വേർഡിനും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. 7 subsection 1 clause A കൺസിഡറേഷൻ പ്ലസ് ഫർദറൻസ് ഓഫ് ബിസിനസ്. 7 subsection 1 A പറയുന്നത് എന്താണ്? അത് എനി പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ ടു മെമ്പേഴ്സ് ഓർ വൈസ് വേഴ്സ. സോ എനി ആക്ടിവിറ്റി ഫോർ ക്യാഷ് ഓർ ഡെഫേർഡ് പേയ്മെന്റ് എന്തായിട്ട് കൂട്ടും? സപ്ലൈ ആയിട്ട് കൂട്ടും. 7 subsection 1 clause B എന്താണ്? ഇമ്പോർട്ട് ഓഫ് സർവീസ് അലോൺ കൺസിഡറേഷൻ ഉണ്ടാകണം. ബിസിനസ് പർപ്പസിനാകാം, പേഴ്സണൽ പർപ്പസിനാകാം. 7 subsection 1 clause C എന്താണ്? ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് ആണെങ്കിൽ കൺസിഡറേഷൻ ഇല്ല എങ്കിലും സപ്ലൈ ആയിട്ട് കൂട്ടും. സോ എന്തൊക്കെയാണ്? ബിസിനസ് അസറ്റ്, ITC എടുത്തത്, ഡിസ്പോസൽ, പെർമനന്റ് ഡിസ്പോസൽ, സപ്ലൈ. ദെൻ സെക്കൻഡ് വൺ സപ്ലൈ റിലേറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ distinct person in the course or furtherance of business, supply of goods by principal to agent or vice versa. Then import of service without consideration ആയതുകൊണ്ട് 7 subsection 1 clause B വരില്ല. But from a related person or on establishment outside India ആണെന്നുണ്ടെങ്കിൽ എന്താണ്? in the course or furtherance of business ആണെങ്കിൽ will be treated as supply. Okay അല്ലേ? To this point. ഇതിനകത്ത് റിലേറ്റഡ് പേഴ്സണും ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്താ നമ്മൾ പറയുന്നുണ്ട്. Then 7 subsection 1A supply of goods, supply of service ആക്കുന്ന. Then 7 subsection 2, 7 subsection 3A. Okay, so try കഴിഞ്ഞാൽ നമ്മുടെ 7 അതായത് സപ്ലൈ ഇൻക്ലൂഡ്സ് എക്സ്ക്ലൂഡ്സ് ആൻഡ് ഇത് ഇടും. Then 7 subsection 3 കൂടെ ഉണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ പറയുന്നതാണ്. Then section 8 കൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഉള്ളത്. Then അതിന്റെ പ്രോബ്ലംസ് നാളത്തെ സെഷനിൽ നമുക്ക് ചെയ്ത് തീർക്കാം. സോ ബട്ട് നമ്മുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഓരോ വേർഡുമാണ് ശ്രദ്ധിക്കേണ്ടത്. കൺസിഡറേഷൻ ഉണ്ടോ, ഫർദറൻസ് ഓഫ് ബിസിനസ് ഉണ്ടോ. സോ സെക്ഷൻ, ഓരോ സെക്ഷൻ, ദെൻ അതിനകത്തെ ഓരോ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന വേർഡ്സ്. കൺസിഡറേഷൻ പ്ലസ് ഫർദറൻസ് ഓഫ് ബിസിനസ്, സപ്ലൈ ഓഫ് ഗുഡ്സ് മാത്രം, സപ്ലൈ ഓഫ് സർവീസ് മാത്രം. അങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക ഇത്രയും സെക്ഷൻസ്. സോ നാളെ ഇതിന്റെ പ്രോബ്ലം കൂടെ ചെയ്യണം. ദാറ്റ് മീൻസ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നോക്കണ്ട, അതിനകത്തുനിന്ന് ഈ പറയുന്ന കാര്യങ്ങൾ പിക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഏത് സെക്ഷനാണ് അപ്ലൈ ചെയ്യുന്നത്, സപ്ലൈ ആണോ അല്ലയോ എന്ന് ആൻസർ എഴുതാൻ പറ്റണം. റിമൈനിങ് പോർഷൻ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.